ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മൈൻഡ് ബ്ലാങ്ക് ആകുന്നുണ്ടോ? പറയാൻ വേർഡ്സുകൾ വരാതിരിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ത്രീ സെന്റൻസ് മെത്തേഡ് നിങ്ങൾക്കായിട്ടുള്ളതാണ്. മോസ്റ്റ് മലയാളീസും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ബ്ലാങ്ക് ഫീൽ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്ക്. കാരണം അവര് ഫുൾ ബിഗ് സെന്റൻസ് ഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്രെയിൻ ഓൾറെഡി നെർവസ് ആണ്. അതിൽ വലിയ സെന്റൻസ് ബിൽഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്താൽ നാച്ചുറലി ഫിയർ ഇൻക്രീസ് ചെയ്യും. കോൺഫിഡൻസ് സീറോ, മൗത്ത് സ്റ്റക്ക്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് വരില്ല എന്ന ബിലീഫ് കൺഫേം. പക്ഷെ ഞാൻ 22 വർഷവും സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തപ്പോ കാണുന്ന ഒരു ട്രൂത്ത്, സ്മോൾ സെന്റൻസ് സ്പീക്ക് ചെയ്യുന്നവരാണ് ഫാസ്റ്റസ്റ്റ് പ്രോഗ്രസ് കാണിക്കുന്നത്. ബിക്കോസ് ബ്രെയിൻ ഗെറ്റ്സ് സ്മോൾ വിൻസ്. സ്മോൾ വിൻ ക്രിയേറ്റ് കോൺഫിഡൻസ്. ഇനി നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട പവർഫുൾ മെത്തേഡ് പറയാം. ത്രീ സെന്റൻസ് മെത്തേഡ്. സിറ്റുവേഷൻ എന്തായാലും ഈ ത്രീ സെന്റൻസ് മാത്രം പറയൂ. വാട്ട് ഐ സീ, ഹിയർ. ഐ സീ ബസ്. ഐ ഹിയർ പീപ്പിൾ ടോക്കിംഗ്. വാട്ട് ഐ ഫീൽ. ഐ ഫീൽ റിലാക്സ്ഡ്. ഐ ഫീൽ നെർവസ്. വാട്ട് ഐ നീഡ് അല്ലെങ്കിൽ വാണ്ട്. ഐ വാണ്ട് വാട്ടർ. ഐ നീഡ് ഹെൽപ്പ്. ഇത് ബ്രെയിനിനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ ബോഡി റിലാക്സ് ആവുകയും ബ്രെയിൻ ബ്ലോക്ക് സ്ലോലി ഡിസപ്പയർ ആവുകയും ചെയ്യും. ഇത് 5 മിനിറ്റ് മോർണിംഗ്, 5 മിനിറ്റ് ഈവനിങ്. 7 ഡേയ്സ് ചെയ്താൽ ഇംപ്രൂവ്മെന്റ് കാണാം. 21 ഡേയ്സ് ചെയ്താൽ നിങ്ങൾക്ക് സർപ്രൈസ് തന്നെ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫിയർ റിമൂവ് ചെയ്യാൻ ഗ്രാമർ വേണ്ട, സ്മോൾ ഡെയിലി വിൻസ് മാത്രം. കമന്റ് ചെയ്യൂ, ഐ വിൽ ഡു പ്രാക്ടീസ്. നാളെ ഡേ 11 നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരുന്ന ജഡ്ജ്മെന്റ് ഫിയർ എങ്ങനെ റിമൂവ് ചെയ്യാം. ഫോളോ ചെയ്യൂ.